ടെക്നോളജിയിൽ അഫോർഡബിൾ കോസ്റ്റിൽ നിങ്ങൾക്ക് ഡോക്ടർ ദിനെക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്കിൽ സേവനം ലഭിക്കുന്നു. കളിമൈതാനങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന ആവശ്യവുമായി വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ. കളിമൈതാനങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തണമെന്ന ആവശ്യവുമായി വെറ്ററൻസ് ഫുട്ബോൾ അസോസിയേഷൻ രംഗത്ത്. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനം, ഫോർട്ട് കൊച്ചി വെളി മൈതാനം എന്നിവ കായിക ആവശ്യങ്ങൾക്കുള്ളതായി നിലനിർത്തണമെന്ന ആവശ്യവുമായാണ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി പരേഡ് മൈതാനിയിലും വെളി മൈതാനിയിലും പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി പപ്പാനിയെ കത്തിക്കലും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നത് മൂലം ഇവിടുത്തെ കളിമൈതാനങ്ങൾ ശോചനീയാവസ്ഥയിലായി മാറുന്ന സാഹചര്യമാണ് ഉള്ളതെന്നാണ് ആക്ഷേപം. ഈ നില തുടർന്നാൽ കളിമൈതാനങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊച്ചിക്കാരുടെ ഏറ്റവും ഉന്നതമായിട്ടൊരു സംഗതിയാണ് പരേഡ് ഗ്രൗണ്ട്, വെളി ഗ്രൗണ്ട്, സാന്റോക്രസ് ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടെല്ലാം തന്നെ ഫുട്ബോൾ കളിക്കുവാനും സ്പോർട്സ് നടത്തുവാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് യാതൊരു വിധേനയുള്ള മറ്റുള്ള പരിപാടികളിൽ കൊടുക്കാതെ ഇവിടെ ഡി ജെ പരിപാടി നടത്തുന്നു. ഗ്രൗണ്ടിൻ്റെ പകുതി ഭാഗം തന്നെ സ്റ്റേജ് ഇട്ട് വെട്ടിമറിച്ച് മുറിച്ച് വെച്ചിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഗ്രൗണ്ടിൻ്റെ രീതിയിൽ നമ്മൾ പോകുന്ന ചെറുപ്പക്കാരായ ആളുകൾക്കൊക്കെ തന്നെ കളിക്കാനുള്ള ഒരുപാട് സൗകര്യക്കുറവുണ്ട്. ആരോഗ്യ പ്രശ്നം നമുക്ക് നന്നായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടികളോട് വലുതായി വരുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ എല്ലാ സംഗതിയും പൊതുവായിട്ട് പോണ കാര്യത്തിൽ ഗ്രൗണ്ട് അത്യാവശ്യമാണ്. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വന്നിരിക്കാനും അവർക്ക് ഈ വായു ശ്വസിക്കുവാനും ബ്രീത്തെടുക്കുവാനും സ്പോർട്സ് നടത്തുവാനൊക്കെ സ്ഥലമില്ല. അറ്റൻഡൻസ് നടക്കുന്ന ഈ 300 മെഡൽ കേരളത്തിൽ ഉണ്ടായിട്ട് പോലും ആ കേരളത്തിൽ ഒരൊറ്റ എണ്ണം കൊച്ചി, പട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി ആയിട്ടുള്ള പശ്ചിമ കൊച്ചിയിൽ കിട്ടാൻ സാധ്യതയില്ല. എന്താണ് കാരണം? ഗ്രൗണ്ടില്ല, കളിക്കാനുള്ള സൗകര്യമില്ല. ഗ്രൗണ്ട് ഉള്ളതെല്ലാം തന്നെ പല രീതിയിലുള്ള മലിനീകരണമാക്കി വെച്ചേക്ക് നമുക്ക് എല്ലാവരും കാണാൻ പറ്റും. ഒരുപാട് തട്ടുകടകളും ഒരുപാട് സ്റ്റേജുകളും ഇട്ടിരിക്കുന്നു. ഇതെല്ലാം തന്നെ വളരെ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അത് മാറ്റിയിട്ട് കളിക്കാൻ നമ്മൾ ഗ്രൗണ്ട് സംരക്ഷിക്കേണ്ട ആവശ്യം നമ്മുടെ ആവശ്യമാണ്. ഗ്രൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടണം. അടുത്ത കൊല്ലെങ്കിലും ഇങ്ങനെയുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോകണം. ഇത് മുന്നോട്ട് തയ്യാറല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഹൈക്കോടതി പോകേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരും. ഈ സ്പോർട്സ് ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളും ഇതിൻ്റെ ബാക്കിൽ തന്നെ പിന്നെ അണിനിരന്നിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, എന്താണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഏത് ഗ്രൗണ്ട് നോക്കി എന്താണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ഒരുപാട് പരിപാടി വെച്ചിരിക്കുന്നു. പപ്പാനെ കത്തിക്കുന്ന നമ്മുടെ ആരും എതിരല്ല. അത് ഈ കാലഘട്ടത്തിൽ ഒരു പവിത്രം എന്ന നിലയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ അകത്ത് വെച്ചുകൊണ്ടാവണമെന്നില്ല. അത് ഗ്രൗണ്ടിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ വെച്ചാണ് പപ്പാനെ കത്തിക്കേണ്ടത്. ഇത് ഒരുപാട് ആപത്തുണ്ടാകാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകാനും ഗവൺമെൻറ് തീരുമാനമെടുത്തതിൽ തന്നെ ഒരു പരിധി വരെയുള്ള സ്ഥലങ്ങൾ കളിക്കായിട്ട് മാറ്റി വെക്കണമെന്നും ഗ്രൗണ്ടായിട്ട് മാറ്റി വെക്കണമെന്നും അതല്ലാതെ ജനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പോർട്സ് മറ്റുള്ള കാര്യം നടത്താൻ വേണ്ടിയുള്ള അത്ലറ്റിക്സ് നടത്താനൊക്കെ ഉള്ള രീതിയിൽ ഗ്രൗണ്ട് കൈവശം വെക്കുന്നത് ഗവൺമെൻറ് നേരത്തെ കൂടി തീരുമാനിച്ചാണ്. ആ തീരുമാനപ്രകാരമാണ് ഈ ഗ്രൗണ്ട് കിടക്കുന്നത്. ഇതെല്ലാം തന്നെ വെട്ടിമുറിച്ച് വെക്കുകയും വണ്ടികൾ മറിക്കാൻ സ്ഥലമാക്കി മാറ്റുകയും ഇതിൻ്റെ അകത്തേക്കുള്ള ഒരുപാട് സ്റ്റേജുകൾ കെട്ടി മറിച്ചുകയും ചെയ്യുക, അതൊക്കെ തെറ്റാണ്. ഒരു കാരണം വെച്ചാൽ അനുവദിച്ച് കൊടുക്കാൻ പറ്റാത്തത് മുന്നോട്ട് പോകണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. അടുത്ത കൊല്ലെങ്കിലും ഞങ്ങൾക്ക് കളിക്കളം വിട്ടുകിട്ടണം, അത് സംരക്ഷിക്കണം. ഇവരിങ്ങനെ പെൻസിലിംഗ് ഉൾപ്പെടെല്ലാം മാറ്റി നല്ല ഗ്രൗണ്ടാക്കി തരാനുള്ള എല്ലാ രീതിയിലുള്ള പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതൊരു സമരം നടത്തേണ്ടി വന്നാൽ ശരി, ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. തീർച്ചയായിട്ടും എല്ലാ ജനങ്ങളും ഇതിൻ്റെ ബാക്കിൽ അണിനിരക്കണം. ഒരു ഗ്രൗണ്ടിൻ്റെ ആവശ്യം നമുക്കറിയാമല്ലോ. ഇതിൻ്റെ അകത്ത് വന്നിരിക്കാനും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ബീർ പൊട്ടിച്ച് കുപ്പികൾ വറുക്കെടുക്കാനുള്ള സമയം കിട്ടുന്നില്ല. അവിടെ പൊടിച്ചിട്ടേക്കുന്നു, ഇവിടെ പൊടിച്ചിട്ടേക്കുന്നു. സൈഡിൽ മരങ്ങൾ ഡി ജെ പരിപാടി നടത്തുന്നതിൻ്റെ പേര് മരങ്ങൾ മുറിച്ച് മാറ്റണം. ഇതൊക്കെ ഒരു ഗവൺമെൻറ്റോട് ബന്ധപ്പെട്ട കാലമാണ് ചെയ്യുന്നത്. വിദേശത്ത് വരെയുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ട് അതേ രീതിയിൽ തന്നെ വെക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ജനങ്ങളെ My name is Rufus D'Souza, a former football and hockey coach. A former football hockey player and now a football and hockey coach. The historic parade ground given to us by the Portuguese, Dutch and the British during that period, and now the ground is in a very bad condition. Once upon a time, this ground was one of the best grounds in India. I started my playing career in 1945 in this ground, and I have produced many players who have played for the country, both hockey and football. Now the ground is in a very bad condition, and only I request the organizers that the burning of the Papaji and all of the DJ program should be done outside the ground. Yes. And that is my humble request. And also thank the President, Mr. K.M. Hassan of the Veteran Football Association for supporting us for the future generation to build a future by playing football, hockey, cricket and all sports activities inside the ground and not outside the ground. Now because of this carnival and all these trends, all the boys, the boys are being chased outside the ground. So while they are going outside the ground, they are being diverted
they are going to drugs, liquor, smoking, drinking, gambling. So bring them back into the ground. Make this ground in a plain condition. Thank you very much. ഭാരവാഹികളായ KM ഹസൻ, ക്യാപ്റ്റൻ VY ഹംസ, ഷൈജു ഇരട്ടക്കുളം, MM സലീം എന്നിവർ പറഞ്ഞു. ഫുട്ബോൾ കോച്ച് റൂഫസ് ഡിസൂസയും ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.